രോഗമാണോ ക്യാൻസർ രോഗികളുണ്ടോ? സൂറത്തുൽ മുൽക്കിന്റെ 14-ാമത്തെ ആയത്തെടുത്തിട്ട് അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ആവർത്തിച്ച് 1000-ഓളം പ്രാവശ്യം അത് ഓതിയിട്ട് വെള്ളം കുടിക്കണേ, ശരീരത്തിലൂതണേ. ക്യാൻസർ ഭേദമാകും ഇൻഷാ അല്ലാഹ്. 2 മാസം കൊണ്ട് മരിക്കുമെന്ന് പറയുന്ന മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഒരു രോഗിക്ക് ഈ വിനീതൻ ഇത് ഓതാൻ വേണ്ടി പറഞ്ഞു. 4 വർഷം അദ്ദേഹം ജീവിച്ചു. 4 വർഷം മൊത്തം സ്പ്രെഡായി ശരീരം മൊത്തം 2 മാസം വീട്ടിൽ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞ 4 വർഷം ഓതാൻ പറഞ്ഞു. ഓതി 4 വർഷം ജീവിച്ചു. ഉള്ളതാവട്ടെ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. സൂറത്തുൽ മുൽക്കാണ്. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ വേണോ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് കിടക്കണേ. എല്ലാത്തിനും ഖുർആൻ വഴിയുണ്ട്. നമുക്ക് പേടിക്കുന്നതിന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്താൽ നരകബറിൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ദഖല റജുലുൻ അൽ ജന്നത ബിശഫാഅത്തി സൂറത്തിൽ മുൽക്ക്. ഒരാളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് സൂറത്തുൽ മുൽക്കിന്റെ ശഫാഅത്ത് കൊണ്ടാണ്. കോമാളിത്തരത്തിനും പോകരുതെന്ന് ഈ സദസ്സിനെ സാക്ഷിയാക്കിയിട്ട് നിങ്ങൾ തീരുമാനം എടുക്കണം. ഒരു മോശത്തരത്തിനും ഞാൻ സാധാരണ ഡിസംബർ 31 പ്രസംഗിക്കലേ ഇല്ല ഇപ്പൊ കുറെ കാലമായിട്ട്. കാരണം അതുപോലും ഒരു ന്യൂ ഇയർ ആയിട്ടാണ് ആളുകൾ കാണുക. ന്യൂ ഇയർ പ്രഭാഷണം എന്നത് പ്രിയപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ നിർദ്ദേശം കൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ പരിപാടി ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും തന്നെ ഇനി വാതിന് വന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പരിപാടിക്കും ഒരു ആഘോഷത്തിനും നമുക്ക് അങ്ങനെ ഒരു ആഘോഷമേ ഇല്ല. നമുക്ക് ഒരു ന്യൂ ഇയറും ഇല്ല, ഒരു ആഘോഷവും ഇല്ല, ഒരു പടക്കം പൊട്ടിക്കലില്ല, ഒരു മാനത്തേക്ക് നക്ഷത്രം എഴുതി വിടലുമില്ല, ഒരു 12 മണിയില്ല, ഒക്കെ കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു പരിപാടി, ഒരു പുതുവത്സര ആശംസയും നമുക്കില്ല. നമ്മൾ ഓരോ സമയം കഴിയുന്തോറും നമ്മൾ കരയണം. നമ്മൾ ആയുസ് തീരുന്തോറും നമ്മൾ പൊട്ടിക്കരയണം. നമ്മുടെ ഹൃദയത്തിൽ നീറ്റലുണ്ടാവണം. ആശംസ നേരം നമ്മൾ ആരുമല്ല, നമ്മൾ അള്ളാഹുവിനോടാണ് ശുക്ർ രേഖപ്പെടുത്തേണ്ടത്. ഇത്രയും കാലം ജീവിച്ചിട്ട് റബ്ബെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നമ്മൾ വേദനിക്കണം. കെട്ടിപ്പിടിച്ച് വടക്കം പൊട്ടിച്ച് മുത്തം കൊടുക്കലല്ല ചെയ്യേണ്ടത്, നെഞ്ച് നീറണം, അങ്ങനെ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ വന്നില്ലല്ലേ സാരമില്ല, പക്ഷെ മറ്റൊരു പരിപാടിക്ക് ഒരു മോശത്തരത്തിന് നിങ്ങൾ പോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ കാലം അങ്ങനെ ആയിപ്പോയി ഉസ്താദ്, ഞാൻ നന്നാവാനും ഒരു സാധ്യതയില്ല. എന്ത് തെറ്റാ ചെയ്തിന് മോനെ ഉസ്താദ്? ഞാൻ പറഞ്ഞ ഉസ്താദ് എന്നെ മുഖത്ത് പിന്നെ ജീവിതത്തിൽ നോക്കൂല. അമ്മാതിരി തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് പറയലെന്നെ. അങ്ങനെ നിരാശ ഉണ്ടാകുന്ന കുട്ടികളും ലോകത്തുണ്ടാവും. അവരോടാണ് അള്ളാഹ് പറയണത്, ഏത് വലിയ തെറ്റും പൊറുക്കുന്ന അള്ളാഹ്, ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്ന അള്ളാഹ്, ഏത് വലിയ തെറ്റും പൊറുക്കുന്ന അള്ളാഹ്. ഇതാണ് ഖുർആന്റെ 1-ാമത്തെ ആയത്ത്. ബാക്കിയത്ര ആയത്ത് വരാനുണ്ട്. അള്ളാഹിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കി. നമ്മൾ എന്തെല്ലാം കുരുത്തക്കേട് ഇവിടുന്ന് ജീവിതത്തിൽ ചെയ്തു, എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്തു അള്ളാഹു നമ്മളെ തെറ്റ് ആരോടെങ്കിലും പരസ്യമാക്കിയ, നമ്മുടെ കൈകാലുകൾ ഒടിച്ചു വിട്ടോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അള്ളാഹ്ക്ക് അറിയാത്തോണ്ടാ? അള്ളാഹ്ക്ക് കഴിയാത്തോണ്ടാ? ഒന്നും അല്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ അള്ളാഹുവിനെ പഠിക്കണം. അള്ളാഹുവിനെ പഠിക്കുമ്പോൾ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് പ്രേമം വരും, സ്നേഹം വരും. സ്നേഹം മൂത്തു കഴിഞ്ഞാൽ ഔലിയാക്കളായി തീരുന്ന ലോകം നമുക്ക് പഠിക്കാൻ പറ്റും. ഇന്നലെ ആക്സിഡന്റ് പെട്ടിയിലെ പ്രിയപ്പെട്ട നഈം ഫൈസി, ഹാഫിള് നഈം ഫൈസി, അല്ലാഹുവേ സഹോദരൻ മരിച്ചു. 4:30 മണിക്കായിരുന്നു മയ്യത്ത് നിസ്കാരം. കല്യാണം നിശ്ചയിച്ചതാണ്. അടുത്ത ആഴ്ച 5-ാം തീയതി പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് സനത് വാങ്ങാൻ കാത്തിരിക്കുക. ഇന്ന് ഖബറിൽ ആ സഹോദരന്റെ ആദ്യ രാത്രിയാണ്. മനുഷ്യന്റെ അവസ്ഥ അത്രയേ ഉള്ളൂ. അല്ലാഹു ഖബറിയായ ശുഹദാക്കളിൽ പെടുത്തി കൊടുക്കട്ടെ.